ഹലോ ഓൾ. അപ്പോൾ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു മിനി ഈവനിങ് വ്ലോഗാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാനൊരു ചായയൊക്കെ കുടിച്ച് വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മുന്തിരിയും സ്ട്രോബെറിയും ഒക്കെ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുന്തിരി എടുത്ത് കഴിച്ചതിൻ്റെ എക്സ്പ്രഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നല്ല മധുരം ഉണ്ടായിരുന്നു, വളരെ ചെറിയ മുന്തിരിയായിരുന്നു. ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് ഈ മുന്തിരി. അപ്പോൾ നല്ല മധുരമുള്ള മുന്തിരി ആയതുകൊണ്ട് നോക്കി വാങ്ങിയതാണ്. പക്ഷേ മുന്തിരിയിലല്ല മോനെ കാര്യം, അടുത്തത് കഴിക്കുമ്പോൾ അറിയാം, നിങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ ആ സ്ട്രോബെറി എടുത്ത് കഴിച്ചു. അപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. നല്ല പുളിയുണ്ടായിരുന്നു. മധുരം ഉണ്ടെന്ന് കരുതി ഞാൻ സെലക്റ്റീവായിട്ട് എടുത്തതായിരുന്നു, പക്ഷേ നല്ല പുളിയായിരുന്നു. ചതിച്ചു ഗൈസ്, ചതിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ടെറസിൻ്റെ മുകളിൽ പോയി. അപ്പോൾ ആ വ്യൂ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതല്ല, ഒരു നൈറ്റ് ടൈമിൽ ഞാൻ എപ്പോഴെങ്കിലും എടുത്തിട്ട് നിങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ രാത്രിയിലത്തേക്കെന്ന് വിചാരിച്ചു. പൊറോട്ട ചൂടാക്കാനായിട്ട് നോക്കിയപ്പോൾ ഗ്യാസ് സ്റ്റോപ്പ് സിലിണ്ടർ നമ്മുടെ വൃത്തികേടായിട്ട് കിടക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത്. എനിക്ക് പക്ഷേ അങ്ങനെയല്ല. എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് മുന്നേ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ആ ഒരു സ്റ്റൗവിൻ്റെ ടോപ്പ് കിടന്നാൽ എനിക്കുണ്ടാക്കാൻ ഭയങ്കര ത്വരയായിരിക്കും എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ. അപ്പം വൃത്തിയായിട്ട് കിടക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ മടിയൊക്കെ മാറ്റി വെച്ച് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ലീൻ ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടിഷ്യൂ ആണ്, ഡിസ്പോസിബിൾ ടിഷ്യൂ ആണ്. ഓൺലൈനിൽ കുറേ പ്രോഡക്റ്റ് ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂ ഒക്കെ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതുവരെ ആരെങ്കിലും ഇത് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല പ്രോഡക്റ്റാണ്, വാങ്ങിക്കുക, ഉപയോഗിക്കുക. ഒരു പറയുക, നമുക്ക് കിച്ചൺ ടൗലൊക്കെ ഉപയോഗിക്കുന്നതിലും എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് കഴുകി ഉപയോഗിക്കാം. ഒരു 3-4 വട്ടമൊക്കെ 3-5 വട്ടമൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കഴുകി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. എന്തായാലും ഇതിൻ്റെ പിങ്ക് പല കളറിലുണ്ട്. ഞാനതിൻ്റെ പിങ്ക് ഷെയ്ഡാണ് വാങ്ങിച്ചത്. അങ്ങനെ നല്ല സുന്ദരി മണിയാക്കി തിളങ്ങുന്ന രീതിയിൽ നമ്മുടെ സ്റ്റൗവിനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും സ്റ്റൗവൊക്കെ കത്തിച്ച് നമുക്ക് പാനൊക്കെ അടുപ്പത്ത് വെച്ച് പൊറോട്ട ചൂടാക്കാം. അപ്പോൾ ഇന്നെനിക്ക് വൈകിട്ടെന്തോ ഒരു മടി, ചോറിരിപ്പുണ്ട്, കറിയിരിപ്പുണ്ട്, പക്ഷേ എനിക്കെന്തോ പൊറോട്ട ചൂടാക്കി ഇല്ല പഞ്ചസാര ഇട്ട് കഴിക്കാനായിട്ടൊരു മോഹം. ഒരുപാട് പഞ്ചസാര ഇടില്ല ഞാൻ, കുറച്ച് തൂക്കിയെന്ന് കഴിച്ചാൽ ഒരു പഴയ നെസ്റ്റ് ഓർമ്മ വന്നു. അപ്പം ഞാനത് ബട്ടറിലാണ് ചൂടാക്കുന്നത് നമ്മുടെ പൊറോട്ട. ഫ്രോസൺ പൊറോട്ടയാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ ബട്ടറിൽ ചൂടാക്കിയിട്ട് ചെറുതായിട്ട് വിതറിയ പഞ്ചസാര ചൂടോടെ ഇട്ടിട്ട് കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കഴിക്കുക കേട്ടോ. പൊതുവെ എനിക്ക് ചിക്കൻ കറിയോട് കൂടിയൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ് പൊറോട്ട, എന്നാലും ഇത് നല്ലതാണ്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക.